അഡ്വക്കേറ്റ് എസ് രാജീവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായത്. അദ്ദേഹത്തിൻ്റെ വാദത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീ എസ് രാജീവ്. അപ്പോൾ എന്താണ് ഇപ്പോൾ കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത്? ഇല്ല സർ, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, ഇന്ന് ഇൻസ്ട്രക്ഷൻ വന്നു. അപ്പൊ കോടതി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഒരു പ്രതി കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ മുമ്പിൽ ഒരു വാലിഡ് റിക്വസ്റ്റ് നടത്തിയേക്കാണ്. ആ സമയത്ത് നിങ്ങൾ അത് അറസ്റ്റ് ചെയ്യണത് ശരിയല്ല. കേട്ട് തീരുമാനിക്കാം. നമുക്ക് 15-ാം തീയതി കേൾക്കാം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അപ്പിയർ ചെയ്തത്. 15-ാം തീയതി കേട്ട് നിങ്ങളുടെ വാദം കൂടി കേട്ടിട്ട് തീരുമാനിക്കാം. അതുവരെ അറസ്റ്റ് ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞു കോടതി. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത 15-ാം തീയതി വരെ ശ്രീ രാജീവ് അദ്ദേഹത്തിന് സുരക്ഷിതമായി നിൽക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ അതെ അതെ. ഈ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, കാരണം കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മാധ്യമ സമ്മർദ്ദം ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ അങ്ങ് നേരിട്ട ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്തായിരുന്നു ഈ കേസിൽ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം. അതായത് ഓരോ സംഭവം നടക്കുമ്പോൾ കോടതിയിലുള്ള വിശ്വാസം ഉറപ്പിക്കുകയാണ്. കോടതിയിൽ നമ്മൾ വേറെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് ഈ കണ്ണുകെട്ടിയ നിയമ ദേവതയുണ്ടല്ലോ, അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതായത് ഇങ്ങനെയുള്ള ഇതിനകത്തൊന്നും മാധ്യമ ഇതിനകത്തോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇതിനകത്തോ ഒന്നും ഇല്ലാതെ കോടതിയിൽ നമ്മുടെ വിശ്വാസം പോകും. നാളെ കേട്ടിട്ട് തീരുമാനിക്കാൻ ഞാൻ കുറ്റം ചെയ്തു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് നോക്കാണ്ടാണ് അറസ്റ്റ് ചെയ്യണത്. അത് ശരിയല്ലല്ലോ. എന്താണെന്ന് അറിഞ്ഞ് ഇപ്പൊ ഇന്നലത്തെ തന്നെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട് DGPയുടെ. കോടതിയിലെ പ്രോസിക്യൂട്ടറെ കൊണ്ടാക്കി എല്ലാ രാജ്യങ്ങളിലും അതുള്ളത്. അല്ലാണ്ട് ഒരു ഹെഡ് കോൺസ്റ്റബിളോ അല്ലെങ്കിൽ കോൺസ്റ്റബിളോ അല്ല തീരുമാനിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണ വേണ്ടതെന്ന്. ഇവിടെ അതല്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 10 ദിവസം ജയിലിലിട്ടിട്ട് അയാളെ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും നടക്കില്ല. അത് മാറേണ്ട സ്ഥിതിയായി. നമ്മൾ വികസിത രാഷ്ട്രത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഈ പേഴ്സണൽ ലിബർട്ടിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഉള്ള എക്സ്ക്യൂഷ്യസ് അറസ്റ്റ് അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയണേ. അഡ്വക്കേറ്റ് രാജീവ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കേസ് ഉണ്ടായിരുന്നു. 2 കേസിലും കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടോ? ഒരു കേസിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തുള്ളൂ. മറ്റേ കേസിൽ FIR ഒന്നും ആയിട്ടില്ലല്ലോ. അതിനകത്ത് ഇനി രണ്ടാമത് നമ്മൾ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കണം. ഇപ്പൊ ഒരു കേസിലേ ഉള്ളൂ. മറ്റത് ഇത് അവർക്കറിയാലോ, ഓരോരുത്തർ പ്രോസിക്യൂഷൻ അറിയാം. ഈ കേസ് എല്ലാ കേസിലും ഉള്ളതാണ്. ഒരു കേസ് വീക്കാണെന്ന് വേണ്ട, വേറൊരു കേസ് ഉണ്ടാക്കി കൊണ്ടുവരും. അവരുടെ ഇഷ്ടത്തിന് അവരും മെനഞ്ഞു കൊണ്ടുവരും. അത് കുറച്ചും കൂടിയൊക്കെ പറഞ്ഞ് ഇതിനകത്തുള്ള വീക്ക്നെസ് ഒക്കെ മാറ്റിയിട്ട് കൊണ്ടുവരും. അതാണ് ചെയ്യണേ. ഇതിനകത്ത് ഇനിയുണ്ട്, നല്ല വാദങ്ങളുള്ള കേസാണ്. അപ്പൊ പ്രോസിക്യൂഷൻ ഇങ്ങനെ ഇലക്ഷൻ മാൻഡേറ്റിന് വേണ്ടിയിട്ടും മറ്റേതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഇത് ഉണ്ടാവുന്നത്. അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒരാളെ സംബന്ധിച്ച് അയാളുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിലമതിക്കുന്നതാണ് പേഴ്സണൽ ലിബർട്ടി. അത് കട്ടയിൽ ചെയ്ത് നമ്മളൊരു വികസിത രാഷ്ട്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കാര്യം പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറയാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അതാണ് ഇന്ന് കോടതി ചെയ്തത്. അത് നല്ലൊരു ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ തീർച്ചയായിട്ടും താങ്കളുടെ കരിയർ ഗ്രാഫിലും ഓർമ്മിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണിത്. താങ്ക് യു അഡ്വക്കേറ്റ് എസ് രാജീവ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഇപ്പോൾ സംസാരിച്ച് അദ്ദേഹം പറയുന്നു, ഈ മാധ്യമ സമ്മർദ്ദങ്ങളോ ജനസമ്മർദ്ദങ്ങളോ പോലീസ് സമ്മർദ്ദങ്ങളോ ഒന്നും കോടതിക്ക് ബാധകമല്ല. എന്നാൽ കോടതി സ്വതന്ത്രമായ തീരുമാനമെടുത്തു. ഇതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് എന്നാണ് അഡ്വക്കേറ്റ് രാജീവ് നമ്മോട് ടെലിഫോണിൽ പറയുന്നത്. ശ്രീജിത്ത് തിരുവനന്തപുരം ആയിരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഇതൊരു വലിയ തിരിച്ചടിയായിട്ട് വേണം നമുക്ക് കാണാൻ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എസ് കെ സൂചിപ്പിച്ച പോലെ അന്വേഷണ സംഘത്തിന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഈ ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്ന പോലീസിന് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് അതുകൊണ്ട് തന്നെ തിരിച്ചടിയാണ്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഒരു അറസ്റ്റിലേക്ക് നീങ്ങരുത് എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ മാസം 15-നാണ് വീണ്ടും ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നത്. അതുവരെ ഒന്നാമത്തെ കേസിൽ, അതായത് ആദ്യ അതിജീവിതയുടെ പരാതിയിൽ അറസ്റ്റിലേക്ക് പോകരുത് എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിലും സർക്കാരിനും ഒരു തിരിച്ചടിയാണ്. ഇന്നലെ തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ അതിജീവിതയുടെ പരാതി വന്നപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത്തരമൊരു ചുമതലയിൽ നിന്ന് വീഴ്ച വരുത്തിയ ശേഷം ഇപ്പോൾ 10 ദിവസം രാഹുൽ ഒളിവിൽ പോയിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന തരത്തിലാണ് കോൺഗ്രസിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടയാനുള്ള കോടതി ഉത്തരവ്, ഹൈക്കോടതി നിർദ്ദേശം സർക്കാരിനും പോലീസിനും തിരിച്ചടിയാണ് എന്ന് കൃത്യമായി തന്നെ പറയാം.
ആർ ശ്രീജിത്ത്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് 15-ാം തീയതി വരെ ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.